ഹായ് സോൾസ്. എങ്ങനെയാണ് നമ്മൾ ട്വിൻ ഫ്ലെയിംസ് ഉണ്ടാവുന്നത് എന്നുള്ളൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പം അതിനുള്ള ഉത്തരം എനിക്ക് ലഭിച്ചു പരലോക നിയമങ്ങൾ എന്ന ബുക്കിൽ നിന്ന്. അതിൽ ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ ട്വിൻ സോൾസ് എന്നൊരു ടേം പറയുന്നുണ്ട്. അതിൽ നിങ്ങൾ വായിച്ചവർക്ക് മനസ്സിലാവാൻ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും വായിക്കുക. ഫുള്ളായിട്ട് ഞാൻ പറയുന്നില്ല, ട്വിൻ സോളിൻ്റെ ഭാഗം ഞാൻ പറയാം. അപ്പോൾ അതിൽ പറയുന്നതിന് മുന്നേ 7 മണ്ഡലങ്ങളുണ്ട്. നമ്മൾ മരിച്ചതിന് ശേഷം 7 മണ്ഡലങ്ങൾ. ആദ്യത്തെ 3 മണ്ഡലങ്ങൾ 1, 2, 3 എന്ന് പറയുന്നത് വളരെ ഒരു എന്താ പറയുക, നല്ല ആത്മാക്കളായിരിക്കില്ല അവിടെ. നമ്മുടെ കർമ്മ അനുസരിച്ച് ദുഷ്ടാത്മാക്കളാണ് കൂടുതലും അവിടെ ഉണ്ടായിരിക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ 4ഉം 5ലും വരുമ്പോൾ കുറച്ചും കൂടി തെറ്റ് ചെയ്തവരും ഉണ്ടായിരിക്കും. ബട്ട് 5, 6, 7 ആണ് ഏറ്റവും പീക്ക്. അപ്പോൾ ഈ 3 വരെ ഒട്ടും വെളിച്ചം ഉണ്ടായിരിക്കില്ല. 4 ആകുമ്പോൾ കുറച്ച് വെളിച്ചം ഉണ്ടായിരിക്കും. കാരണം നമ്മുടെ കർമ്മ അനുസരിച്ച് നീച ആത്മാക്കളായിരിക്കും അവിടെ ഉണ്ടായിരിക്കാം. ഓക്കെ, നല്ല ആത്മാക്കൾ എപ്പോഴും ഒരു 6, 7, 5ലൊക്കെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ട്വിൻ സോൾസിൻ്റെ ഉത്ഭവം പറയുന്നത് നമ്മൾ ഈ 4ാമത്തെ മണ്ഡലത്തിൽ 5ാമത്തെ വേദിയിൽ ഒരാത്മാവ് അതിൻ്റെ യാത്ര ആരംഭിക്കുമ്പോൾ അത് 2ആയിട്ട് സ്പ്ലിറ്റാവും. അതൊന്ന് പുരുഷനായിട്ടും സ്ത്രീ ആയിട്ടാണ് സ്പ്ലിറ്റ് ആവുക. ഈ പുരുഷനും സ്ത്രീയും ഇവിടെ ആത്മാക്കൾ 7ാമത്തെ മണ്ഡലം, അതാണ് ഏറ്റവും ഹയ്യസ്റ്റ് സോളുള്ളത് അവിടെയാണ്. അവിടുത്തെ 9ാമത്തെ വേദിയുണ്ട്. ഓരോ മണ്ഡലത്തിലും 0 to 9 വരെ വേദികളുണ്ടെന്ന് പറയുന്നുണ്ട്. അതിലത്തെ 7ാമത്തെ മണ്ഡലത്തിലെ ഏറ്റവും ലാസ്റ്റത്തെ വേദിയിൽ വെച്ച് ഇവർ പിന്നെയും യോജിക്കുകയാണ്. അങ്ങനെ 2 പേരും ഒരു സോളാവുകയാണ്. ഓക്കെ, ഇത് പറയുന്നുണ്ട് 3ാമത്തെ പ്രപഞ്ചത്തിൽ ഓരോ ആത്മാക്കളും ഒരാത്മാവിൻ്റെ ഹാഫാന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് ട്വിൻ സോൾസ് ഉണ്ടാവുന്നത്. ഇനി ഇത് ഈ ഒരു സ്പ്ലിറ്റ് നടക്കുന്നത് തന്നെ കുറേ ജന്മങ്ങളെടുത്തിട്ടാണ്. ചിലപ്പോൾ സ്ത്രീ ആയിട്ടും ചിലപ്പോൾ പുരുഷനുമായിട്ടും ഭൂമിയിൽ ജനിക്കാൻ പറ്റും. ചിലവർ എനർജി അനുസരിച്ചിട്ടാണ്, ഫെമിനിൻ ഓർ മാസ്കുലിൻ എനർജി. മെയിനായിട്ട് അവർ 2 പേരും കൂടി ചേർത്ത് കർമ്മം തീർക്കാൻ വേണ്ടിയിട്ടാണ് ട്വിൻ ഫ്ലെയിം ട്വിൻ സോളായിട്ട് വരുന്നത്. എല്ലാവരും ജനിക്കുന്നതും കർമ്മത്തിൻ്റെ ബേസിസിലാണ്. അപ്പോൾ അവരത് കർമ്മം കഴിഞ്ഞതിന് ശേഷം എഗെയിൻ തിരിച്ചു വരുമ്പോൾ അവർ 7ാമത്തെ മണ്ഡലത്തിൽ 9ാമത്തെ പ്ലേസിൽ വെച്ചിട്ട് പിന്നെ അവർ ഒരുമിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ 7ാമത്തെ മണ്ഡലത്തിൽ വെച്ച് നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ യൂണിവേഴ്സ് തന്നെ നിങ്ങളെ പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുപോകുന്ന പറയണം. ചിലവർ ട്വിൻ ഫ്ലെയിംസും സോൾമേറ്റും തമ്മിൽ വ്യത്യാസം മനസ്സിലാവാതിരിക്കുന്നുണ്ട്. സോൾമേറ്റ് എന്ന് പറയുമ്പോൾ പല യുഗങ്ങളിൽ നമുക്ക് ഫ്രണ്ട്സായിട്ടോ നമ്മുടെ കമ്പാനിയനായിട്ടോ ഗ്രൂപ്പ് മേറ്റ്സ് ആയിട്ടോ അങ്ങനെയൊക്കെ വരുന്നവരാണ് ഈ സോൾമേറ്റ് പല ലൈഫ് ടൈമിൽ വരുന്നത്. പക്ഷേ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്തിട്ട് പറഞ്ഞില്ലേ, 7ാമത്തെ മണ്ഡലത്തിൽ 9ാമത്തെ വേദിയിൽ വെച്ചിട്ട് അവർ സ്പ്ലിറ്റ് ആവുകയാണ്. സ്ത്രീയും പുരുഷനുമായിട്ട് ഒരു ആത്മാവ്. അങ്ങനെയാണ് ട്വിൻ ഫ്ലെയിമിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബുക്കിൽ ആഫ്റ്റർ ഡെത്ത് മാത്രമല്ല, മെയിനായിട്ട് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ യൂസേജ് പറയുന്നുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ വരുമ്പോൾ മെയിനായിട്ട് ഭൂമി ഒരു പാഠശാല എന്ന് പറയുന്നത്. നല്ല കർമ്മങ്ങൾ ചെയ്യാം. ഈ മരണത്തിന് ശേഷം പൊട്ട ആത്മാക്കൾ ഒരു ഗ്രൂപ്പിലും നല്ല ആത്മാക്കൾ ഒരു ഗ്രൂപ്പിലും ആയിരിക്കും. അങ്ങനെയാണ്. പക്ഷെ ഭൂമിയിൽ മിക്സ് ആയിട്ടാണ് നമ്മൾ ഉണ്ടായിരിക്കുക. അതെന്തുകൊണ്ടാണെന്നൊരു ചോദ്യമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മ പഠിക്കാനാണ്. അപ്പോൾ പൊട്ട സോൾസും നമ്മൾ ഉപദ്രവിക്കുമ്പോൾ നമ്മൾ അവിടെ നീതി കാണിച്ചു കൊടുക്കണം. അല്ലാതെ നമ്മൾ അവരെ കൂടെ പൊട്ട സോളായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എഗെയിൻ കർമ്മ ക്രിയേറ്റർ ആയിരിക്കും. നമ്മൾ എഗെയിൻ 1, 2, 3 എന്ന ഒരു ലെവലിലേക്കായിരിക്കും പോയി നിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഉപബോധ മനസ്സ് ആണ് നിങ്ങളുടെ മെയിൻ വഴികാട്ടി. നമ്മൾ ഭൂമിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ വഴി കാട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു സ്പിരിറ്റ് ഗൈഡ് നമ്മളെ കൂടെ ഉണ്ടായിരിക്കും. അതാണ് ഈ ട്വിൻ ഫ്ലെയിം ജേർണി വരുമ്പോൾ നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ചിലവരെ പ്രസൻസ് ഫീൽ ചെയ്യും. നമ്മുടെ കൂടെ സ്പിരിറ്റ് ഗൈഡ്സ് ഉണ്ടായിരിക്കും. ആർക്കേഞ്ചൽ, ഗബ്രിയൽ എന്ന രീതിയിലും ചിലപ്പോൾ നമുക്ക് ഓരോരോ റിലീജിയസ് അനുസരിച്ചിട്ട് ഓരോരുത്തരും ഉണ്ടായിരിക്കും. നമുക്ക് ചിലർക്ക് കൃഷ്ണനായിട്ടോ അല്ലെങ്കിൽ
അങ്ങനെ പലവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. സ്പിരിറ്റ് ഗൈഡ്സാണ്, അവരുടെ സോള് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ബുക്കിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്വിൻ സോളിനെ കണ്ടുമുട്ടുന്നത് വളരെ പ്രത്യേകമായിട്ടുള്ളൊരു ബന്ധമാണ് പറയുന്നുണ്ട്. രണ്ടുപേരും ഭൂമിയിലേക്ക് വരുന്ന ആത്മീയമായിട്ട് ഉണരാനും ആ കർമ്മങ്ങൾ കഴിക്കാനും ചാരിറ്റി പോലത്തെ കാര്യങ്ങൾ ചെയ്യാനുമാണ്, സോൾ പർപ്പസ് ചെയ്യാനുമാണ്. അവരുടെ സൗഹൃദവും വളർത്താനും കഴിയും. കാരണം അവരുടെ ആത്മാക്കൾ പരസ്പരം തിരിച്ചറിയും. അതുകൊണ്ടാണ് നമ്മൾ റെക്കഗ്നൈസ്ഡ് ആവുന്നത് നമ്മൾ ട്വിന്നാണ്. പക്ഷേ സോൾമേറ്റിലും കാർമിക്കിലും അതില്ല. അതൊരു ഭൗതികമായിട്ടും അപ്പുറമാണെന്ന് ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെ ഈ രണ്ടുപേരും കണ്ടുമുട്ടിയവർ ഒന്നാണെന്ന് മനസ്സിലാവുന്ന സമയത്ത് അവർ എവേക്കണ്ടായി. അവർ പിന്നെ താഴ്ന്ന തലത്തിലേക്കാണെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം നല്ലതായിക്കൊള്ളണമെന്നില്ല. യെസ്, അപ്പോൾ ട്വിൻ സോൾസ് വരുന്നത് ട്രാൻസ്ഫോർമേഷൻസ് വരുന്ന സമയത്താണ് കൂടുതൽ ഒരു കണ്ടുമുട്ടുക എന്നും പറയുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ലൈഫ് ബെറ്റർ ആക്കണമെങ്കിൽ നമ്മളിപ്പോൾ എന്ത് കർമ്മം ചെയ്താലും അതിൻ്റെ ഒരു കർമ്മം നിൽക്കുന്നുണ്ടായിരിക്കും. ഇനി നിങ്ങൾ എത്ര നന്നായാലും ആ ഒരു കർമ്മം നമ്മൾ പേ ഓഫ് ചെയ്യേണ്ടി വരും ആഫ്റ്റർ ഡെത്ത്. അപ്പോൾ പക്ഷേ നിങ്ങൾ കൂടുതൽ സ്പിരിച്വലി ആകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായിട്ട് ടാസ്കും കുറച്ച് കുറയും. ഓക്കെ, അപ്പോൾ എനിക്ക് മസ്റ്റായിട്ട് നിങ്ങൾ റീഡ് ചെയ്യുന്ന ബുക്കാണ് ഈ ഒരു പരലോക നിയമങ്ങൾ. കുറേ പേര് വിചാരിക്കും മരിച്ചതിന് ശേഷം എന്ത് സംഭവിക്കുന്നത് ഭയങ്കര പേടിയാണ്. ഇത് പേടിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ എന്താ പറയുക ഇവല്യൂഷൻ അല്ലെങ്കിൽ ഇങ്ങനെ അതിന് ഉയർത്താം, റേസ് ചെയ്യാം എന്ന കാര്യങ്ങളാണ് ഈ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. വളരെ നല്ല ബുക്കാണ്. ഇത് വായിക്കാതെ നിങ്ങൾ ഒരിക്കലും മരണപ്പെട്ട് പോകരുത് എന്ന് എനിക്ക് പറയാനുണ്ട്. സോ ഇതിനെക്കുറിച്ച് ട്വിൻ ഫ്ലെയിമിനെ കുറിച്ചും അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് റീഡ് ചെയ്ത് പെയ്ഡ് പ്രൊമോഷൻസും ഒന്നുമല്ല. എനിക്കിത് വായിച്ചപ്പോൾ ഇതെല്ലാവരിലേക്ക് എത്തിക്കണം എന്നൊരു സോൾ ഇങ്ങനെ വന്നു. കാരണം നമ്മൾ കുറേ തേടിയിരിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഇതിലുണ്ട്. വൈബ്രേഷനെ കുറിച്ചിട്ടും എനർജീനെ കുറിച്ചിട്ടും ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. എനർജി എക്സ്ചേഞ്ചും എനർജി കീപ്പ് ചെയ്യേണ്ടത്. കാരണം ആഫ്റ്റർ ഡെത്തും ഇവർ ഹയർ സോൾസ് ഒരിക്കലും താഴ്ന്ന സോൾ ലെവലിലേക്ക് വരില്ല. അവർക്ക് ഓൾറെഡി വരുമെങ്കിൽ അവർക്ക് പ്രത്യേകതരം ഒരു ഡ്രസ്സസ് ഉണ്ട്. കാരണം താഴത്തെ ആൾക്കാരുടെ എനർജി ഇവരിലേക്ക് ബാധിക്കാതിരിക്കാനും, കാരണം എനർജി ടെലിപ്പതിക്കലി ഇവരെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു നല്ല ആത്മാക്കളുടെ സോൾ ലെവലിലും അവർക്ക് അവരുടേതായ ഡ്രസ്സസ് ഉണ്ട്. അത്രയും സൂര്യപ്രകാശം ലഭിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. അതുപോലെ ആഫ്റ്റർ ഡെത്ത് ആയാലും നമ്മൾ പെട്ടെന്ന് സഡൻ ഡെത്തൊക്കെ സംഭവിക്കുന്നവർക്ക് ആ ഒരു ഷോക്ക് മാറില്ല. അപ്പോൾ അവർ മരണപ്പെട്ടു പോയാലും അവർ മരിച്ചു എന്നവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അവരെ നേരെ ഒരു ഹോൾ ഓഫ് റെസ്റ്റ് എന്നൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. പക്ഷേ അത് കൊണ്ടുപോകുന്നത് നല്ല ആത്മാക്കളെ മാത്രമേ കൊണ്ടുപോകുള്ളൂ. ഒരു 4 to അല്ലെങ്കിൽ 5 to 7 ലെവലുള്ളവരെ മാത്രമേ കൊണ്ടുപോകുള്ളൂ. ബാക്കി നെഗറ്റീവ് സോൾസിനെ പെട്ടെന്ന് തന്നെ അവരവരെ 0 to 3 വരെയുള്ള ഹെല്ലിലേക്ക് കൊണ്ടുവിടും. അവിടെ ജന്തുക്കളും കാര്യങ്ങളും ഇരുട്ടായിരിക്കും കംപ്ലീറ്റ്ലി. അപ്പോൾ നമ്മൾ നല്ല കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ അത്രയും നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഞാൻ ഈ ബുക്കിൽ പല ഡിഫറെൻറ്റ് സോൾസിൻ്റെ സ്റ്റോറീസ് പറയുന്നുണ്ട്. നിങ്ങളത് മരണത്തിനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. സൂപ്പർ ബുക്കാണ്, എല്ലാവരും വായിക്കണം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. അധികം റേറ്റ് ഇല്ല ഈ ബുക്ക്. അതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഒരു ഗൈഡിൻ്റെ ആവശ്യമില്ല. ഈ ബുക്ക് വായിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ രീതിയിലുള്ള കുറേ നോളജ്, സ്പിരിച്വൽ നോളജസും കാര്യങ്ങളും കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ദിസ് ഒരു ഒറിജിനലും ട്രൂ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്കിത് വായിച്ചിട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ആത്മാവ് നീചമായിട്ടുള്ള ആത്മാവാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, സത്യം സമ്മതിക്കാൻ പറ്റാതെ ആകുമ്പോൾ അതും ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, സോ പല ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഇതിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറേ പേർക്ക് കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ റിയലൈസ്ഡ് ആയിരിക്കും. നിങ്ങളുടെ സ്പിരിച്വൽ ഗൈഡ്സിനെ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഒരു ബുക്ക് വായിക്കുന്നതിന് മുന്നേ തന്നെ ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് എൻ്റെ സ്വപ്നത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതിലൊരു ഇൻസിഡൻറ്റ് ഉണ്ട്. ആ ഒരു 2 മക്കൾ മരണപ്പെടുമ്പോൾ
അവർ മരണപ്പെടുന്ന ഒരു ആക്സിഡൻ്റാണ്. ആക്സിഡൻറ്റ്സ് മീൻ അവർ സ്ലോ ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അവർക്ക് ബ്രേക്ക് പെട്ടെന്നൊരു രൂപം വരുമ്പോൾ ഒരു ബ്രേക്ക് അമർത്തുകയാണ്, പക്ഷേ ബ്രേക്ക് ചവിട്ടാൻ പറ്റില്ല. അങ്ങനെ ഒരു മരത്തും പോയി ഇടിച്ചിട്ട് അങ്ങനെ അവർ മരിക്കുക, സ്പോട്ടിൽ ഡെത്താണ്. അപ്പോൾ സ്പോട്ടിൽ മരിക്കുന്നവർക്ക് നമ്മൾ ഓൾറെഡി കൊണ്ടുപോകാൻ നമ്മൾ സോളുകൾ വരും, മരിച്ചു പോയ സോളുകൾ. പെട്ടെന്ന് മരിക്കുമ്പോൾ ആ സോളുകൾ വരാൻ കുറച്ച് സമയം പിടിക്കും, നമ്മൾ നല്ല സോളാണെങ്കിൽ. അല്ല വയ്യാതെ കിടന്ന് മരിക്കുന്നതാണെങ്കിൽ ഓൾറെഡി നമ്മൾ മരിക്കുന്ന ടൈമും കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഓൾറെഡി നമ്മുടെ സോൾ ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും, മരണപ്പെട്ടു പോയി നമ്മുടെ ഫാമിലി സോൾസ് ഓൾറെഡി പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടായിരിക്കും. ഇനി മരിക്കുന്ന സോള് ഒട്ടും നല്ല കർമ്മം ചെയ്യാത്തൊരു സോളാണെങ്കിൽ നല്ല ആത്മാക്കളും അവിടെ ഉണ്ടാവില്ല. ഈ ഒരു നീചമായിട്ടുള്ള ആത്മാക്കളാണ് അവരുടെ മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകുക. അതൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. മെയിൻലി പറയുന്നത് നമ്മുടെ കർമ്മം നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓട്ടോമാറ്റഡ് റൈറ്റിംഗ് ആണ്. ആ ഒരു സോൾസ് വന്നിട്ട് ആ സോളാണ് ഈ എഴുതുന്നത് ആ ഒരു പേഴ്സൻ്റെ ശരീരത്തിൽ. ഓക്കെ, അപ്പോൾ ഡെത്ത് പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ജനിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഡെത്ത് ഉണ്ട്. സോ നല്ല കർമ്മങ്ങൾ ചെയ്യുക, നല്ല രീതിയിൽ സോളുമായിട്ട് ലൈക്ക് യൂണിവേഴ്സുമായിട്ട് ലയിക്കുക, അതിനെ എപ്പോഴും പറയാനുള്ള. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണി, സ്പിരിച്വൽ ജേർണി വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഈ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. വളരെ നിങ്ങൾ ബ്ലെസ്ഡ് ആണ്. സ്പിരിച്വൽ ജേർണി വന്നിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിനോട് ഒരുപാട് നന്ദി പറയുക, ഇത്രയും കാര്യങ്ങൾ അറിയാനും. കാരണം ഇതാണ് ലൈഫിൻ്റെ ഒരു ഇത്. വരുന്നു, പഠിക്കുന്നു, പോകുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇവിടുത്തെ ഒന്നും എൻജോയ് ചെയ്ത് അതിൽ രസത്തിൽ മുഴുകാനല്ല. രസിക്കാം, പക്ഷേ കർമ്മം വിട്ട് ചെയ്യരുത്, ദുഷ്കർമ്മങ്ങൾ കൊണ്ട് ചെയ്യരുത്. ഓക്കെ, ഇപ്പം ഒരാളെ കാണുമ്പോൾ ഹെൽപ്പ് ചെയ്യുന്നു, പക്ഷെ ആ ഒരു പേഴ്സൺ നമ്മൾ കൊടുക്കുകയാണ് പൈസ, അത് വേറെ ദുഷ്കർമ്മത്തിന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കർമ്മം നമുക്കും ലഭിക്കാൻ ചാൻസസ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ബി കെയർഫുള്ളാവുക. സ്പിരിച്വൽ ജേർണിയിലൂടെ നല്ല രീതിയിൽ അപ്ഡേറ്റും കാര്യങ്ങളും, അല്ലെങ്കിൽ ഒന്നും കൂടി അപ്ഗ്രേഡ് ആവണമെന്ന് ആഗ്രഹമുള്ളവർക്ക് യു ക്യാൻ ബൈ ദിസ് ബുക്ക് ഫ്രം ഫ്ലിപ്കാർട്ട് ഓർ ആമസോൺ. പല ലാംഗ്വേജസിലും ഉണ്ട്, മലയാളം, ഇംഗ്ലീഷും എല്ലാത്തിലും ഉണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കി നിങ്ങൾ കൂടുതൽ നോളജ് അറിയാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.